ഹായ് ഫ്രണ്ട്സ്, SMS ഫാമിലി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ബോട്ടി എങ്ങനെ റോസ്റ്റ് ചെയ്തെടുക്കാമെന്നൊന്ന് നോക്കിയാലോ. അതിനായിട്ട് നല്ലതുപോലെ ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തെടുത്ത ബോട്ടിയിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1/2 ടീസ്പൂൺ പൊടിക്കാത്ത പെരുംജീരകം, 1/2 ടീസ്പൂണ് ഉലുവ എന്നിവ ചേർത്ത് കൊടുത്ത് ഇനി ഇതിലേക്ക് കുറച്ചധികം ചെറിയ ഉള്ളിയും, ഞാനിവിടെ ഒരു 25ഓളം ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയും ഒക്കെ കൂടെ നല്ല ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ക്രഷ് ചെയ്തെടുത്താൽ മതി, നല്ലോണം അരഞ്ഞു പോകരുത്. എന്നിട്ട് അല്പം വെള്ളം കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കുക്കറിൽ ഇട്ട് കൊടുക്കാം. ബോട്ടിക്ക് നല്ല വേവുള്ള സാധനം ആയതുകൊണ്ട് കുക്കറിൽ ഇടുന്നതായിരിക്കും ഒന്നുകൂടെ എളുപ്പം. ബോട്ടിയും മസാലപ്പൊടികളെല്ലാം കൂടെ നന്നായി യോജിപ്പിച്ച ശേഷം കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് 1 കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിത് ഒരു 8 വിസിൽ വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാം. വിസിലിൻ്റെ എണ്ണം ചില കുക്കർ അനുസരിച്ചായിരിക്കും കേട്ടോ. ചിലതിൽ 8 എണ്ണം വരണമെന്നുണ്ടാവില്ല. അപ്പോൾ ഇതാ നമ്മുടെ ബോട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റിയിട്ട് കൊടുക്കാം. അതിനായിട്ട് ചൂടായ ചട്ടിയിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചെടുത്ത് ഒരു മീഡിയം സൈസ് സബോള ചെറുതാക്കി അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊരു ബ്രൗൺ നിറമായി വരുമ്പോൾ 2 തണ്ട് കറിവേപ്പില കൂടി ആഡ് ചെയ്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം നമ്മുടെ വേവിച്ച് വെച്ചിരിക്കുന്ന ബോട്ടി ഇതിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഈ സമയത്ത് നമ്മൾ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കുറച്ച് മല്ലിയിലയും കൂടെ തൂവിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ ബോട്ടി റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ബോട്ടി ഇങ്ങനെ ഉണ്ടാക്കി നോക്കാത്തവരെല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം. അപ്പോൾ ഇത് പൂളേൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇഷ്ടമായാൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.